ഇതാ ഒരാൾ ഇവിടെ ഞണ്ടിനെ പരുതാൻ പോയിട്ടുണ്ട്. ഈ കല്ലിൻ്റെ ഇടയിലെല്ലാം കുറേ ഞണ്ടെല്ലാം വരുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ധർമ്മടം തുരുത്തിലാണ്. ഇപ്പോൾ ധർമ്മടം തുരുത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള ധർമ്മടത്തെ ഒരു ബീച്ചിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ ഒരു തുരുത്ത് കൂടിയുണ്ട്. പക്ഷേ തുരുത്തിലേക്ക് ഇപ്പം പ്രവേശനം ഇല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ധർമ്മടം ബീച്ചിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഞാൻ ഒറ്റക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് കൂടിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ബീച്ചിനടുത്ത് എത്താറായിട്ടുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ധർമ്മടം ബീച്ചിൻ്റെ അടുത്തുള്ള പാർക്കിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പാർക്കിൽ കയറുന്നില്ല. പാർക്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും എൻജോയ് ചെയ്യാനുള്ള നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളിലുള്ളത്. നമ്മളിപ്പോൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. ഇപ്പം ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബോട്ടിംഗ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം നേരെ ബീച്ചിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഈ പാർക്കിനകത്ത് കുളവും ഇരുന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനും ഒക്കെ കുറേ ഇരിക്കേണ്ട സ്പേസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. നമ്മളിപ്പോൾ ഒരു ഉച്ച സമയത്ത് ഇറങ്ങിയത്. ആ സമയത്ത് ആയതുകൊണ്ട് ഇപ്പോൾ ആൾ കുറവാന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ബീച്ചിലേക്ക് ഏതായാലും ഇറങ്ങിയിട്ട് വരാം. ഇവിടെ ക്യാമ്പിങ്ങും കയാക്കിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഇതൊക്കെ താല്പര്യമുള്ളവർക്കും വേണമെങ്കിൽ വരാം. അപ്പം നമ്മൾ നേരെ ബീച്ചിലോട്ട് ഇറങ്ങാം. അന്ന് നമ്മൾ വന്നപ്പോഴെല്ലാം ഇങ്ങനൊരു വെള്ളം പോലെ അല്ലേ ഉണ്ടായി. പിന്നെ ഹായ്, നമ്മൾ നട്ടപ്പൊരിയുന്ന വെയിലത്താണ് ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ വരാൻ സമയം കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ നല്ല വെയിലാണ്. ഏതായാലും വന്ന സ്ഥിതിക്ക് ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഈ സമയത്തായാലും ഇവിടെ കുറേ ആൾക്കാരിലുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരിലുണ്ട്, അതുകൊണ്ട് മാസ്കെല്ലാം വെച്ചിട്ടൊന്ന് പോകും. നമ്മൾ കുറച്ച് ആളൊഴിഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത്. വേഗം തിരിച്ചു പോകും, നല്ല വെയിലാണ്. അത്യാവശ്യം വലിയൊരു ബീച്ച് തന്നെയാണ്. ഇപ്പം രാവിലെ സമയത്തും വൈകുന്നേര സമയത്തായിരിക്കും ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖം. ഇപ്പം ഈ ഒരു ഭാഗത്ത് കുറേ പ്രീ വെഡിങ് പോസ്റ്റ് വെഡിങ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ തിരക്ക് ശക്തി കുറവാണല്ലേ. വേലി ഇറക്ക സമയമായതുകൊണ്ട് ശക്തി കുറഞ്ഞ തിരയാണ്. വൈകുന്നേരം ആയിരിക്കും ഏറ്റവും നല്ല രസം ഉണ്ടാവുക നമുക്ക് ഈ ബീച്ചിൽ കളിക്കാനെങ്കിലെല്ലാം.
അങ്ങ് ദൂരെ ഒരു പാറക്കൂട്ടം കാണും. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മളവിടെ ഒരു ചെരുപ്പ് വെച്ചു. അതിന്റെ അത് ആരുടെ കണ്ട നടുക്ക്, അതാണ് ശരിക്കും തുരുത്ത്. അവിടേക്ക് നമുക്ക് പോവാൻ പറ്റും തോന്നുന്നല്ലേ? ഇപ്പൊ പോവാൻ പറ്റുമെന്ന് അറിയില്ല. അതാണ് തുരുത്ത്. ഒന്നും വിചാരിക്കരുത്, കണിച്ച് വായി തുറന്ന് ചളി മാത്രമേ അറിയില്ല. എല്ലാരും ഒന്ന് ക്ഷമിച്ചേക്കുവാ. ഇതൊന്നും ഞാൻ എഡിറ്റില്ല കേട്ടോ. നടന്ന് കാലിലെ കളിച്ചു. എന്നാലും നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ഇതിലൂടെ നടന്നു. ഇതുവഴിയാണ് ഐലൻഡിലേക്ക് പോകേണ്ടത്. പക്ഷെ ഇപ്പം ധർമ്മടം തുരുത്തിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിക്രമിച്ച് കടക്കുന്നവർ ശിക്ഷിക്കപ്പെടും, ലൈഫ് ഗാർഡുമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം പ്രത്യേക സമയത്ത് മാത്രമേ നമുക്ക് ഇതിലൂടെ പോകാൻ പറ്റൂ. നമുക്കിത് ഇത് കണ്ടോ, ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കണ്ട. ഇപ്പം ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലാണ്. പക്ഷെ വൈകുന്നേരമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇതാ കണ്ടില്ലേ, ഇതെല്ലാം പാറക്കൂട്ടങ്ങളെല്ലാം ഉണ്ട്. ഇതിന്റെ മുകളിൽ കയറാൻ പറ്റുവാ? ഞാൻ വീഡിയോ എടുക്കട്ടെ. ഞാൻ അങ്ങോട്ട് അങ്ങനെ പോണ്ടാട്ടാ. ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ ഒരു സൈഡ് നല്ലൊരു എന്താ പറയണ്ടേ, ഇതിങ്ങനെ ഒരു പാറക്കൂട്ടം പോലെ ഇങ്ങനെ കുറേ ഉണ്ട്. നല്ല ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യും. ഇവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ് കിടില്. എന്താ ഒരാൾ ഇവിടെ ഞണ്ടിനെ പരുതാൻ പോയിട്ടുണ്ട്. ഈ കല്ലിന്റെ ഇടയിലെല്ലാം കൊറേ ഞണ്ടെല്ലാം വരുന്നുണ്ട്. കണ്ടാ പോയി എന്റെ കണ്ട. അതെ, പക്ഷെ ഇതിന് പുറത്തില്ല. അതിന്റെ കാല് കാണുന്നുണ്ട്. നല്ല ഇത് രൂപം. ഇത് എന്തോ ഉണ്ടായത് ഇങ്ങനെ പൊട്ടി പോയതാന്ന് തോന്നുന്നല്ലേ? എന്തോ വലിയ കല്ലിന്റെ. നല്ല രസമുണ്ട് നോക്കി. ധർമ്മടം ബീച്ചിലെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളിനി മെല്ലെ തിരിച്ചു നടക്കുന്നു. തീർന്നിട്ടില്ല, വ്ളോഗ് അവസാനിപ്പിക്കാറായിട്ടില്ല. കണ്ട പിടിച്ചോണ്ടിരുന്നേ. ഇപ്പം നമ്മുടെ വ്ളോഗ് ഏകദേശം അവസാനിപ്പിക്കാറായിട്ടുണ്ട്. വേറെ പോകുന്ന വഴിക്ക് നല്ല ഉപ്പിലിട്ടത് വെക്കുന്ന ഒരു ചെറിയൊരു പീടിയുണ്ട്. അവിടെ കയറിയിട്ട് ഓരോ ഉപ്പിലിട്ടതും കൂടെ വാങ്ങി കഴിച്ചിട്ട് നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ധർമ്മടം ബീച്ചിലെ കാഴ്ചകൾ. അപ്പൊ ധർമ്മടം തുരുത്തിലേക്ക് ഇപ്പം എൻട്രി ഇല്ല. അപ്പൊ എന്താ എടുക്കണ്ട്? ഏതാണ് അതിന്റെ പൈനാപ്പിൾ മനസ്സിലോ? മാങ്ങ കൊണ്ട് ഇത് ഇതിനെത്രടാ? ഇത് നീ കുടിക്കൂലല്ലോ. വേറെ ഈ കളറില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഈ കളറില്ലാത്ത ഒരു മാങ്ങ. അയ്യോ, മാങ്ങ കയ്യിൽ പിടിക്കാനില്ല. നമുക്ക് കൈ പിടിക്കാൻ
ഏതാ മണിക്കൂർ ഇരുന്നുണ്ട് തണുത്തതായത് ഇന്ന് എത്രയാണ് 20 റുപ്യ എത്ര എണ്ണം ഉണ്ട്? 3 എടുക്കല്ലേ? 5 അവിടെ വെക്കും. പപ്പായ ഇട്ടിട്ട് നിങ്ങൾ പപ്പായ ഉപ്പിലിട്ട് യൂട്യൂബിൽ വരും കേട്ടോ. നാടൻ നാടൻ പെണ്ണ് ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ. കാണിക്കും. കാണിച്ചോ? പറയാനുണ്ടോ? എന്തൊക്കെ പറഞ്ഞോ ഇത് ഇതാന്ന് ഞാൻ പറയാം. ഇവിടെ നാടൻ കാന്താരി മൂരി നമ്മുടെ ധർമ്മടം തുരുത്തിലേക്ക് വരുമ്പോ നമ്മളെ 3 ചെറിയ കുട്ടികൾ ഒരു ഉപ്പിലിട്ടൊക്കെ വിൽക്കുന്ന ഒരു കടയാന്നുള്ളത് കണ്ടോ. പൈനാപ്പിൾ ഉപ്പിലിട്ടത്, ക്യാരറ്റ്, നെല്ലിക്ക, മാങ്ങ എല്ലാം ഉണ്ട്. ചൗച്ചോ ഉണ്ട്. ചൗച്ചോ അതെന്താ സാധനം? അതൊക്കെ ഫ്രീ ആയിട്ട് തരും. ഫ്രീ ആയിട്ടൊന്നും തരില്ല. ഒരു പീസിന് 5 റുപ്യ അല്ലേ? പൈനാപ്പിൾ മാത്രം 10 രൂപ. കണ്ടില്ലേ? ഇതാണ് കട കണ്ടോ. അപ്പൊ നിങ്ങളെ പേരെല്ലാം ഒന്ന് പറഞ്ഞു ജസ്റ്റ് വെറുതെ. എന്റെ പേര് അല്ലമീൻ. മുഹമ്മദ് സോലി. വേറൊരാളും കൂടെ കണ്ടില്ല, മുങ്ങിയ അവിടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. അതാ ഇത് ഇവരെ സ്പെഷ്യൽ ഇതാ കാന്താരി മോര് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടാ. മൺകുടത്തിലാണുള്ളത്. നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇവര് എടുത്തു വെച്ചതാണ് കണ്ടാ. കണ്ട ഇത് ഐസെല്ലാം ഇട്ടിട്ട് നല്ല തണുത്തൊരു അവിടെ വെച്ചാൽ മതി. അവര് കുടിച്ചോട്ടെ. ഓക്കെ ശരി. അപ്പോൾ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ച് നമ്മൾ ബീച്ചിൽ നിന്ന് മടങ്ങി പോവുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ധർമ്മടം ബീച്ചിലെ കാഴ്ചകൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.